നമസ്കാരം. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പൂരാവേശത്തിൽ തൃശൂർ, കൊട്ടിക്കയറാൻ പൂരനഗരി. ചടങ്ങുകൾ തുടരുന്നു. മഠത്തിൽ വരവ് 10:30-ഓടെ. രാജ്യത്ത് ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. തമിഴ്നാട്ടിലടക്കം 102 മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത്. ജനാധിപത്യ അവകാശം എല്ലാവരും വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി. തമിഴടക്കം വിവിധ ഭാഷകളിൽ സന്ദേശം. സംസ്ഥാനത്ത് വിധിയെഴുത്തിനി 7 നാൾ. പ്രചരണം കൊഴുക്കുന്നു. JP നദ്ദ ഇന്ന് കേരളത്തിൽ. വയനാട്ടിലും പാലക്കാട്ടും കോട്ടയത്തും പ്രചരണം. കോൺഗ്രസിന്റെ കൂടുതൽ ദേശീയ നേതാക്കളും എത്തും. ഇടത് ക്യാമ്പും സജീവം. കാസർകോട്ടെ മോക്ക് പോളിംഗിൽ അന്വേഷണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BJPക്ക് അധിക വോട്ട് ലഭിച്ചെന്ന പരാതി പരിശോധിക്കും. നടപടികൾ സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന്. മാസപ്പടി വിവാദത്തിൽ മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ഇന്ന് വിധി. കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാവശ്യം. CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ED നടപടിക്കെതിരായ ശശിധരൻ കർത്തയുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. CMRL ഉദ്യോഗസ്ഥരുടെ ഉപഹർജിയും കോടതിയിൽ. പക്ഷിപ്പനിക്കെതിരെ നടപടികൾ ശക്തമാക്കി ആലപ്പുഴ ജില്ലാ ഭരണകൂടം. രോഗബാധിത മേഖലയിലെ താറാവുകളെ ഇന്നു മുതൽ കൂട്ടത്തോടെ നശിപ്പിക്കും. മാംസവും മുട്ടയും വിൽക്കുന്നതിനും നിരോധനം. പക്ഷികളെ മാറ്റാൻ പാടില്ലെന്നും നിർദ്ദേശം. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ചരക്ക് കപ്പലിലെ എല്ലാ ഇന്ത്യക്കാരെയും മോചിപ്പിക്കും. കപ്പലിൽ ഇനിയുള്ളത് 3 മലയാളികളടക്കം 16 ഇന്ത്യക്കാർ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് പ്ലേ ഓഫ് മത്സരം. ഒഡീഷ FCയെ നേരിടും. ജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് സെമിയിൽ. മത്സരം രാത്രി 7:15 മുതൽ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. വാർത്താരംഭത്തിലേക്ക് വിശദമായി. തൃശൂരിൽ പൂരാവേശം. പൂരാരവം co-powered by പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഐബസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. ആൻഡ് NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. തൃശൂരിൽ ഇനി പൂരാവേശത്തിന്റെ മണിക്കൂറുകളാണ്. കണിമംഗലം ശാസ്താവിന്റെ പൂരം വടക്കുനാഥനിലേക്ക് എത്തി. മറ്റു ഘടകപൂരങ്ങളുടെ വരവോടെ നഗരം പൂരാവേശത്തിലേക്ക് കടക്കും. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിന് രാവിലെ 10:30-ഓടെ തുടക്കമാകും. ഉച്ചയ്ക്ക് 12-നാണ് പാറമേക്കാവിന്റെ പൂരം പുറപ്പാട്. ഉച്ചയ്ക്ക് 2-ന് ഇലഞ്ഞിത്തറമേളവും വൈകിട്ട് 5-ന് ചരിത്രപ്രസിദ്ധമായ കുടമാറ്റവും നടക്കും. വിവരങ്ങളുമായി MD മിഥുനും എൽദോ പോൾ പുതുശ്ശേരിയും ചേരും. ആദ്യം എൽദോയിലേക്ക്. എൽദോ, പൂരാവേശത്തിലാണ് തൃശൂർ. ഇനി നടക്കാൻ പോകുന്ന പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാണ്? നമ്മൾ കണ്ടു കണിമംഗലം ശാസ്താവിന്റെ വരവോടുകൂടി തെക്കേ ഗോപുര നടയിലേക്ക് കണിമംഗലം ശാസ്താവ് കയറിയതോടെ പൂരത്തിന് ഔദ്യോഗികമായിട്ട് തുടക്കമായി. ഇനിയുള്ളത് പൂരങ്ങൾ, ചെറുപൂരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചെറുപൂരത്തിന്റെ കാഴ്ചയാണ് കാണുന്നത്.
ഒന്നൊന്നായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടതുപോലെ തന്നെ രാവിലെ ശാസ്താവെത്തി തെക്കേ ഗോപുര വഴി അകത്ത് കടന്നു. അതിനുശേഷം ഒന്നൊന്നായി പൂരങ്ങൾ ഇപ്പോൾ ഈ തൃശ്ശൂരിലെ പൂരനഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂരം അതിന്റെ ആവേശത്തിലേക്ക് കൊട്ടിക്കേറുന്ന കാഴ്ച നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ ഗജവീരന്മാർ അണിനിരക്കുന്ന ഓരോ ചെറുപൂരങ്ങളും ഓരോ കാണികൾക്കും ഓരോ പൂരപ്രേമിക്കും ആരവമാണ്. അതൊരു ആവേശമാണ്. ഓരോ പൂരങ്ങളും അവർക്ക് ആരവം നൽകുകയും ചെയ്യും. അവർ ആ താളത്തിനൊത്ത്, ആ മേളത്തിനൊത്ത് അവർ ആർപ്പുവിളിക്കും, കൈകൾ ഉയർത്തി അതിനൊത്ത് ലയിച്ചു നിൽക്കുകയും ചെയ്യും. ഗജവീരന്മാർക്ക് മുകളിൽ മുത്തുക്കുടയും വെൺചാവരവും ആലവട്ടവും എന്നീ പൂരപ്രേമികൾ എത്തുന്നതോടുകൂടിയ പൂരത്തിന്റെ നയനാന്തരമായിട്ടുള്ള ദൃശ്യങ്ങൾക്ക് തുടക്കമാവുകയാണ്. അങ്ങനെ പൂരപ്പറമ്പിലേക്ക്, തൃശ്ശൂരിന്റെ പൂരക്കാഴ്ചയിലേക്ക് പൂർണ്ണമായി അമരുന്ന സമയമാണ് ഇത്. പല ദേശങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നൊന്നായി ഘടകപൂരങ്ങൾ, പങ്കാളിത്ത പൂരങ്ങൾ ഒക്കെ വിശേഷിപ്പിക്കാം. അവർ ഒന്നൊന്നായി എത്തിക്കൊണ്ടിരിക്കുകയാണ് പൂരനഗരിയിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ള 36 ഏതാണ്ട് 30-34 മണിക്കൂർ പൂർണ്ണമായും തൃശ്ശൂരിന്റെ സ്വന്തമാണ്. തൃശ്ശൂരിന്റെ പൂരാവേശത്തിന്റെ സ്വന്തമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂരത്തിന്റെ ആരവങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും ഒരുപാട് പൂരപ്രേമികൾ ഒരുപക്ഷെ കൊടും ചൂടൊക്കെ ആയിരിക്കാം ഏവരും ഒരു തിരിച്ചടിയാകും അല്ലെങ്കിൽ പ്രതിസന്ധിയാകുമെന്നത്. ഒരു ചൂടും ഒരു പ്രശ്നമല്ല. ഈ ഒരു വെയിലത്തും ഈ കൊടും ചൂടിലും ആവേശം ഒട്ടും കോരുന്നതല്ല എന്ന് ഉറപ്പാക്കുന്നതാണ് ഇവിടുത്തെ ഓരോരോ കാഴ്ചകളും. പൂരപ്രേമികൾ അത് പ്രായ വ്യത്യാസമില്ല, ആൺപെൺ വ്യത്യാസമില്ല, ഒന്നൊന്നായി കൂട്ടമായി ചെറുകുട്ടികൾ, കുരുന്നുകളടക്കം അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൈ പിടിച്ചെത്തുന്ന കാഴ്ച, അത് ഒരുപക്ഷെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ തിരക്കിനിടയിൽ പോലും ഇങ്ങനെ എത്തുന്നതൊക്കെ അമ്പരപ്പിക്കും. ഓരോ മലയാളിയും ഒരു തവണയെങ്കിലും പൂരത്തിനെത്തണം എന്നുള്ളതാണ്. പൂരം അത് കാണണം, പൂരം ആസ്വദിക്കണം, പൂരം കൊള്ളണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പൂരത്തിന്റെ ആദ്യ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർക്കൊണ്ടിരിക്കുന്നത്. ചെറുപൂരങ്ങൾ ഒന്നൊന്നായി ഈ വടക്കനാഥന്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രീപൂരസ്ഥാനത്തിന് സമീപമാണ് ഇപ്പോൾ ഈ ചെറുപൂരം അത് പൊട്ടിക്കേറുന്നത്. മേളം പുരോഗമിക്കുന്നതും ഈ ശ്രീപൂരസ്ഥാനത്തിന് അവിടെ നിന്നാണ്. ഗജവീരന്മാർ അണിനിരത്തുന്നു. കാണാൻ കഴിയുന്നതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പൂരങ്ങൾ ഇപ്പോൾ കാണാം. ശ്രീ ശങ്കരൻകുളങ്ങര ദേവസ്വത്തിന്റെ പൂരമാണ്, ചെറുപൂരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പൂരത്തിന്റെ കാഴ്ചകൾ അത് ഓരോ നിമിഷവും നമുക്ക് കാത്തുകൊണ്ടിരിക്കണം. ഇനി പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇനി ഒന്നൊന്നായി വരാൻ ഉണ്ട്. തൃശ്ശൂരിലെ പൂരാവേശത്തിലേക്ക് കിടക്കുമ്പോൾ നെടുമങ്ങാട് ശാസ്താവിന്റെ പൂരം വടക്കനാഥനിലേക്ക് രാവിലെ എത്തി. 7:10 കൂടിയാണ് വടക്കനാഥനിലേക്ക് നെടുമങ്ങാട് ശാസ്താവിന്റെ പൂരം എത്തിയത്. മറ്റ് ഘടകപൂരങ്ങൾ ഇങ്ങനെ എത്തിത്തുടങ്ങുന്നു. തിരുവമ്പാടിയുടെ മടത്തിൽ വരവാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. തിരുവമ്പാടിയുടെ മടത്തിൽ വരവ് അത് രാവിലെ 10 അവിടെ നിന്ന് തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. പാറമേക്കാവിന്റെ പൂരം പുറപ്പാട് അത് ഉച്ചയാകും. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് പാറമേക്കാവിന്റെ പൂരം പുറപ്പാടുണ്ടാവുക. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളം നമുക്കറിയാവുന്നതാണ്. വിശ്വപ്രസിദ്ധമാണ് ഇലഞ്ഞിത്തറ മേളം. അത് 2 മണിക്ക് ഇലഞ്ഞിത്തറയിൽ ആരംഭിക്കുകയും ചെയ്യും. കുടമാറ്റത്തിലെ വർണ്ണക്കാഴ്ചകൾ അതെന്തൊക്കെയാണെന്ന്, എന്തൊക്കെ സസ്പെൻസ്, എന്തൊക്കെയാണ് വിസ്മയിപ്പിക്കാൻ തിരുവമ്പാടിയും പാറമേക്കാവും കരുതിയിരിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള കാത്തിരിപ്പാണ്. പിന്നീട് വൈകിട്ട് 5 മണിക്ക് കുടമാറ്റം ആരംഭിക്കുമ്പോൾ അത് മറ്റൊരു അനുഭൂതിയാകും, മറ്റൊരു വിസ്മയ കാഴ്ചയാകും പൂരപ്രേമികൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ആ പൂരം അത് അവസാനിക്കുന്നില്ലല്ലോ. രാവേറെ നീണ്ടാലും പൂരത്തിന്റെ കാഴ്ചകൾ, വിസ്മയങ്ങൾ തുടരുക തന്നെ ചെയ്യും. രാത്രി പുലർച്ചെ ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് വെടിക്കെട്ട് ആരംഭിക്കുക. വെടിക്കെട്ട് 3 മണിക്ക് നടക്കും. അങ്ങനെ പൂരത്തിന്റെ ആവേശം അതൊന്നൊന്നായി ഇങ്ങനെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. പൂരം ഇങ്ങനെ കടന്നു വരികയാണ്. പൂരം കടന്നു വരിക എന്നാണ് പറയാ. പൂരം ഒന്നൊന്നായി, ചെറുപൂരങ്ങൾ ഒന്നൊന്നായി കടന്നു വരുന്നതോടുകൂടി പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരം അത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയെ മാറും. അങ്ങനെ പൂരങ്ങൾ ഒന്നൊന്നായി കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു പൂരനഗരിയിലേക്ക് മാറുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോകാം. തൃശ്ശൂരിൽ ഇപ്പോൾ പൂരാവേശത്തിന്റെ മണിക്കൂറുകളാണ്.
നേർക്കാഴ്ചയിലേക്ക് അമരുകയാണ് തൃശൂർ. രാവിലെ മുതൽ തന്നെ വലിയ തോതിലാണ് ജനങ്ങൾ തൃശൂരിലെ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. എൽദോ പോളും ഒപ്പം MG മിഥുനും തൃശൂരിലുണ്ട്. മിഥുൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യം ഇത് പൂരപ്രേമികളെ എത്രത്തോളം ആവേശത്തിലാക്കുന്നുണ്ട്? പാർവതി, തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മളിത് ഈ കാണുന്ന ജനങ്ങളെല്ലാം തന്നെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി കടന്നു വരുന്നത് കാണാൻ വേണ്ടി ഈ റോഡ് സൈഡിന്റെ ഇരുവശവും കാത്തു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നെയ്തലക്കാവിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ പിന്നിടുന്നു. ഈ വഴി അരികിലെല്ലാം തന്നെ വലിയ ആരവവും വലിയ ഒരു ആരാധകരുടെ ഒരു ബിന്ദുവും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒപ്പം തന്നെ വലിയ പോലീസ് വിന്യാസം, അതായത് വലിയ ക്രൗഡിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആനയുടെ അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സജ്ജീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ വഴിയിലൂടെയാണ് നെയ്തലക്കാവിന്റെ തിടമ്പേറ്റി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ കടന്നു വരുന്നത്. ഇത് 2ാം തവണയാണ് ഈ തിടമ്പേറ്റിക്കൊണ്ട് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ കടന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ. ഒപ്പം തന്നെ വലിയ ആരാധക ബന്ധമുള്ള ഒരു ആന കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശം തന്നെയുണ്ട്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. എങ്ങനെയുണ്ടോ ഇലക്ഷനൊപ്പം തന്നെ ഈ ഒരു പൂരത്തിന്റെ വൈബ്? അടിപൊളി, സൂപ്പർ. നമുക്ക് പൊളിക്കണ്ടേ തവണത്തെ പൂരം? പൊളിച്ചോണ്ടിരിക്കല്ലേ, തകർക്കും ഞങ്ങള്, കണ്ടില്ലേ, തകർക്കും. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വന്നതിന്റെ കാര്യം ഞങ്ങളുടെ എന്താ പറയാ അഭിമാനാണ് തെച്ചോട്ട് രാമേന്ദ്രൻ. എങ്ങനെയാണ്, അതായത് മുൻകാലങ്ങളിലൊക്കെ ഇപ്പൊ തുടർച്ചയായ 2ാം തവണയാണ് തിടമ്പേറ്റി വരുന്നത്. അതിനൊക്കെ എങ്ങനെ കാണുന്നത്? തിടമ്പേറ്റി വരുമ്പോ ഞങ്ങൾ ആദ്യം ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്ര രൂപ ഇപ്പൊ 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കണേ പൂരത്തിന് പറമ്പിലേക്ക് എത്താനായിട്ട്. അത്രയും തിരക്കാണ്. ആനയെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കാണ്. അതെ 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 അതെ, ആനയെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട്? അടിച്ചുപൊളിക്കുന്നു. ചൂടൊന്നും ഒരു പ്രശ്നമല്ല. അല്ല, ഇത് പൂരച്ചൂടണത് അല്ലാണ്ട് ഇത് ചൂടല്ല. അപ്പൊ ഈ ചൂട് ഇങ്ങനെ തുറന്നോണ്ടിരിക്കും. ഇതിനി നാളെ ഒരു 2 മണി വരെ ചൂട് ഇങ്ങനെ തന്നെയാണ് ചൂട്. നാളെ 2 മണി വരെ തൃശ്ശൂർക്കാർക്കെല്ലാം തന്നെ എങ്ങനെയുണ്ട്? അടിപൊളി. കഴിഞ്ഞ തവണ അത് ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താണ്? ഓരോ വർഷത്തിന്റെ പ്രത്യേകതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജനസാന്നിധ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആഘോഷങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ കൂടുതൽ എല്ലാ ആഘോഷങ്ങളും കൂടുതലാണ് ഇപ്രാവശ്യം. നമ്മുടെ ആനയുടെ കാര്യം പറയാനെന്താ? ആന ഇവിടെ ചങ്കല്ലേ. ആളുകളൊക്കെ ഇങ്ങനെ ഇവിടെ ആൾ നോക്കണ്ട. ഇനി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സ്വന്തം റോഡിൽ കയറി കഴിഞ്ഞാൽ നിറച്ച ആളുകളായിരിക്കും. നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആനനെ കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾ 11 മണിക്ക് അവിടെ കയറണം. മറ്റൊരു ആനയ്ക്കും കിട്ടാത്തത് വലിയ ആരാധകരുണ്ട് തന്നെ. ആന അതുമാതിരി ആനയല്ലേ, കാരണം വലിയ പാടുന്നുണ്ടല്ലേ? അതെ അതെ അതെ. ഇവിടെ നല്ല പാട്, കുറച്ചുകൂടി നീങ്ങലാണ് ഈ പാട് വരിക. എന്തായാലും അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പ്രതികരണങ്ങൾ കേൾക്കുന്ന പോലെ തന്നെയാണ് വലിയ ആരാധകരുണ്ട്. ഒപ്പം തന്നെ വടംകെട്ടി 4 സൈഡിലും ഇങ്ങനെ RRT സംഘമുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക സ്ക്വാഡുകളുണ്ട്. കൂടാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഈ ആനയ്ക്ക് ചുറ്റും ആനയുടെ ഒരു സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് ഒപ്പം തന്നെ മറ്റ് ആളുകളെയൊക്കെ നീക്കി നിർത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള വലിയ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ കടന്നു വരുന്നത്. കാരണം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ തിടമ്പേറ്റി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ കടന്നു വരുന്നത് കാണുന്നതിന് വേണ്ടി വലിയ ആവേശത്തോടു കൂടിയാണ് നാട്ടുകാരിങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയന്ത്രിക്കുന്നതിനും വലിയ പാടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതൊരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. കാരണം നമുക്കറിയാം എന്ത് പൂരം ഉള്ളപ്പോൾ മറ്റേ ഇലക്ഷൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചൂടോ അതൊക്കെ ബാധിക്കുകയില്ല. ഏകദേശം 36 മണിക്കൂറോളം പൂരം അവസാനിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയുകയും ചെയ്യാം. അങ്ങനെയുള്ള തന്നെയാണ് ആനയ്ക്ക് ഓരോ സമയവും കൃത്യമായി വലിയ ചൂടാണ്. ആനയ്ക്ക് നമുക്ക് അനുഭവപ്പെടുന്ന പോലെ തന്നെ ആനയ്ക്കും ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. ഇതാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. മോളിരുത് എങ്ങനെയുണ്ട്? അടിപൊളി. മോളിൽ നിന്ന് കണ്ടിട്ട് തന്നെ അവരിങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്. തീർച്ചയായും എങ്ങനെയുണ്ട് പൂരമൊക്കെ? എങ്ങനെയുണ്ട്? ഈ കാലം പൂരം അടിപൊളിയല്ലേ. നമ്മുടെ രാമ ഇറങ്ങിയോടുകൂടി പൂരം ഗംഭീരായി. ഇന്നലെ വരെ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇന്നെല്ലാം ആശങ്കകൾ മാറി. ഇന്ന് എല്ലാവിധ ഫിറ്റ്നസും എല്ലാം തെളിയിച്ചുകൊണ്ട് നമ്മളിപ്പോ പൂരപമ്പിളിക്ക് എത്തായി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ
2 തൃശ്ശൂർ പൂരത്തിന്റെ ആൾക്കാരുണ്ടാവും രാമനെ കാണാനായിട്ട്. അതായത് ഇനി അങ്ങോട്ട് പോകും തോറും ഇങ്ങനെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കും. ആ രീതിയിൽ തന്നെയാണ്. അതെ അതെ അതെ. അപ്പം ഇനി എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്? ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കൂടി. 4 കിലോമീറ്റർ. ഇപ്പം തുടർച്ചയായ 2ാം തവണയാണ് ഇങ്ങനെ തെച്ചിക്കോട്ട് തിടമ്പേറ്റുന്നത്. അതിനെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു നാട്ടുകാരെന്നുള്ള രീതിയിലൊക്കെ തന്നെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമല്ലേ. ഈ കൊല്ലം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം നിരാശയിലായിരുന്നു. പിന്നെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി എല്ലാ ഇതും കെട്ടടങ്ങി. ആവേശം 2 ഇരട്ടിയായി. ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. തീർച്ചയായും. എങ്ങനെയുണ്ട് പൂരം വൈബൊക്കെ എങ്ങനെ പോണ്? പിന്നെ പൂരത്തിന് കേരളക്കരയുടെ വെല്ലിയാന, കാരാമംഗലത്തെ പൊന്നുതമ്പുരാൻ, ഇതിന്മാരെ എന്താണ് അന്തസ്? പിന്നെ ആശങ്ക ഉണ്ടായിരുന്നല്ലേ ചിലപ്പോൾ ഫിറ്റ്നസ് ഒക്കെ? അത് ഏത് രാമൻ എവിടെയുണ്ടോ അവിടെ എല്ലാ ആശങ്ക ഉണ്ടായിരിക്കും. പക്ഷെ ആശങ്കകളൊക്കെ തീർത്തുകൊണ്ട് രാമൻ അവിടെ എത്തിയിരിക്കും. അതാണ് രാമൻ, അതാണ് ഞങ്ങളുടെ ശ്രീരാമജയം. ഞങ്ങൾ ചെറിയൊരു കൂട്ടായ്മയൊക്കെ ആയിട്ട് വരയ്ക്കുന്ന ആളുകളാണ്. അങ്ങനെ എന്തുണ്ടെങ്കിലും അതെല്ലാം താണ്ടിയിട്ട് രാമൻ എത്തിയിരിക്കും. ആ ശക്തി, ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. ഇതൊരു പ്രത്യേകത എങ്ങനെയുണ്ട് പൂരത്തിന്റെ? തീർച്ചയായിട്ടും ഓരോ വർഷം കൂടും തിരക്ക് കൂടുന്നു, പിന്നെ പ്രത്യേകത കൂടുന്നു. പിന്നെ രാമൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രത്യേകതയാണല്ലോ. അതാണ് പൂരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ ഹൈലൈറ്റ് കഴിഞ്ഞ കൊല്ലത്തെ ഇക്കൊല്ലത്തെ ആയാലും രാമൻ വരിക എന്ന് പറഞ്ഞാൽ അതിന്മാരെ വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് വാതിലിങ്ങനെ തുറന്ന് ഇതിനേക്കാവുമേ നിറവേറ്റിക്കൊണ്ടിങ്ങനെ പുറത്തേക്ക് വരുന്ന അതിന് പൂരങ്ങളിൽ പൂരം 3 ദിവസമാക്കിയത് രാമനാണല്ലോ. വീണ്ടും പൂരത്തിന് 2 പൂരത്തിന്റെ ശക്തി കൊടുത്തേക്കുന്നത് രാമനാണ് 2 കൊല്ലമായിട്ട്. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പം പൊളിച്ചെടുക്കുകയാണ്. തീർച്ചയായിട്ടും ശ്രീരാമജയം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വലിയ ആവേശം നമുക്ക് ഇവരിൽ നിന്ന് പ്രകടമാകുന്നുണ്ട്. ഇങ്ങനെ രാമൻ കടന്നു പോകുന്ന ഈ വേളയിലെല്ലാം തന്നെ. ചേട്ടാ എങ്ങനെയുണ്ട്? നമ്മൾ ഇത്തവണ പൊളിക്കല്ലേ? ഞങ്ങളല്ലേ പറഞ്ഞു, നിങ്ങളല്ലേ? ഞങ്ങൾക്ക് നടത്തിപ്പല്ലേ ഉള്ളൂ. നടത്തിപ്പ് എങ്ങനെയുണ്ട്? നടത്തിപ്പ് ഞങ്ങൾ സ്ട്രോങ് ആണ്, കമ്മിറ്റി സ്ട്രോങ് ആണ്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ ജയണ്ണും ഞങ്ങളെ പോലുള്ള എല്ലാവരും ഒപ്പം നിന്ന് കൊണ്ടുനടക്കണം. അവിടെ ഇത്തവണ പൊളിക്കും. നമ്മളിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ പ്രത്യേകത. അതായത് പൂരത്തിന് ഒപ്പമുള്ള രീതിയിൽ മറ്റൊരു പൂരം പുറപ്പാക്കുന്ന രീതിയിൽ തന്നെയാണ് രാമന്റെ. അതായത് ഞങ്ങൾ മറ്റ് പൂരപ്രേമികളെ പോലെ തന്നെ ഒപ്പത്തി എന്നുള്ള അങ്ങനെ അഹങ്കരിക്കുന്നില്ല, എന്നാൽ ഞങ്ങൾക്ക് എത്തി എന്നുള്ള സന്തോഷം. ഈ കടകപൂരം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇത്രയധികം ആളുകൾ ഇങ്ങനെ വഴിയിലേക്ക് കാണുന്നില്ല. കടകപൂരങ്ങളിൽ ഒരു പൂരം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇത്രയും ആൾക്കാരെ ഞങ്ങൾക്ക് സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടു നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിജയമായിട്ട്, ഈ തട്ടക നിവാസികളുടെ വിജയമായിട്ട് കാണും. അതിൽ 2 കാര്യമുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനും ഭഗവതിയും തമ്മിൽ ഒരു ബന്ധമാണ് ഇതിൽ കാണിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ബന്ധം. ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വരുന്നത് കാണാൻ. അത് കാണാൻ തന്നെ ആരാധകരുടെ ഭക്തരങ്ങൾ. രണ്ടാമത്തെ എൻട്രി കിട്ടിയ നേതലൊക്കെ ഭഗവതിയുടെ കാരുണ്യം കൊണ്ടും. അപ്പൊ ആ ഞങ്ങൾക്കും നേട്ടമുണ്ടായി, തട്ടക നിവാസികൾക്കും നേട്ടമുണ്ടായി. ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നല്ലേ ചിലപ്പോൾ വരാൻ പറ്റൂല്ലോ. അങ്ങനെ ഒരു ഇന്നലെ ഞങ്ങൾ അതിന്റെയും കൂടി പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഈ ആൾക്കാർ ഇങ്ങനെയും തടിച്ചു കൂടാണ്ടായ ഒരു പ്രത്യേകത അതുണ്ട്. കേരളത്തിൽ ഇത്രയധികം ആരാധകരുള്ളൊരു ആനനെ കാണില്ല. അതാണ് ഇപ്പൊ ഇന്ന് കാലത്തൊക്കെ കണ്ണൂരിന്നും കാസർഗോഡ് ആൾക്കാർ വന്നിട്ടുള്ളത്. അവര് മുതൂർ അങ്ങനെയുള്ള ഭാഗങ്ങളില് ലോഡ്ജ് എടുത്ത് തങ്ങിയിട്ട് ഈ ആനനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കൊല്ലത്തുനിന്നും ഒപ്പം തന്നെ തിരുവനന്തപുരത്തു നിന്നൊക്കെ ആളിങ്ങ് വന്നിട്ടുണ്ട്. അതെന്നെ പറയണത്. വന്നിട്ടുണ്ട് ആൾക്കാർ. ഇവിടെ വന്നിട്ട് ചായ കിട്ടാലിയ എന്ന് പറഞ്ഞിട്ട് ചായ കട കാണിച്ചു കൊടുത്തിട്ടുണ്ട്. റൂം പോലും കിട്ടാനില്ലെന്നേ. എല്ലാരും വഴുന്നീല. ഞങ്ങളൊക്കെ ഇന്നലെ രാത്രി പായകൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തേ ഈ തെക്കേ ഗോപുര നടയിലും പടിഞ്ഞാറ ഗോപുര നടയിലും ഒക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ താഴെ ഇങ്ങനെ കിടക്കുക. കാരണം എന്താ പറയാ, റൂം കിട്ടിയില്ല. എന്താ നാളെ പൂരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാന്ന് പറയുന്നത്. അതെന്നെ പറയണത്. അതാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ ഒരു പ്രത്യേകത. രാമനുള്ളടുത്ത് ജനാണ്. അതാണ് അത് എല്ലാ പൂരപ്പറമ്പിലും എല്ലാ സ്ഥലങ്ങളിലും. ഓരോ വർഷം കഴിയുമ്പോഴും ഇങ്ങനെ അതിനെ മാറ്റി കൂട്ടി കൊണ്ടുപോകും. അനുഗ്രഹം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണല്ലോ മാറ്റി കൂടി വരുന്നത്. കാരണം ജനപങ്കാളിത്തം ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതാണ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അതെ ചേട്ടാ. അതുപോലെ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ ആവേശം. ഒപ്പം തന്നെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ എത്തിയതോടുകൂടി വലിയ ആവേശമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം. കടകപൂരങ്ങൾ ഇങ്ങനെ 8 കടകപൂരങ്ങൾ ഇങ്ങനെ കടന്നു വരാറുണ്ട് ക്ഷേത്ര മൈതാനത്തിലേക്ക്. അതിൽ ഏറ്റവും കൂടുതൽ ആവേശകരമായ രീതിയിൽ വരുന്ന ദൈവക്കാവ് അമ്മയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇങ്ങനെ എഴുന്നള്ളി വരുന്നത് കാണുന്നതിന് വേണ്ടി ഈ ഒരു ഏകചിത്രാധിപതി എന്ന് വിശേഷിപ്പിക്കുന്ന ഏകചിത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ കടന്നുവരും കാണുന്നതിന് വേണ്ടി തന്നെ വലിയൊരു ആവേശവും വലിയ
ഒരു കുളിർമയൊക്കെ കൊണ്ട് വലിയ ആവേശത്തോടു കൂടി ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. പാർവതി, അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് കാണുന്നത്. പാർവതി, ശരി മിഥുൻ, പൂരത്തിന്റെ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂർ. ഇനിയുള്ള മണിക്കൂറുകൾ നാടാകെ ഉറ്റുനോക്കുന്നത് തൃശ്ശൂരിലേക്ക് തന്നെയാകും. ജനങ്ങൾ പൂരനഗരിയിലേക്ക് രാവിലെ മുതൽ തന്നെ എത്തിത്തുടങ്ങി. തിരുവമ്പാടിയും പാറമേക്കാവും ഒളിപ്പിച്ചിരിക്കുന്ന സസ്പെൻസ് ഇനി എന്താകുമെന്നും അറിയാനുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. പൂരവിശേഷം പൂരാരവം co-powered by പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഐബസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. ആൻഡ് NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങളിലും അസമിലെ 5 മണ്ഡലങ്ങളിലും ബീഹാറിൽ 4 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുകയാണ്. ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലും മാഹിയിലും വോട്ടെടുപ്പ് തുടരുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സുവി വിശ്വനാഥ് ചേരും. സുവി, ആദ്യ മണിക്കൂറിൽ വോട്ടിംഗ് എങ്ങനെയാണ്? ഒപ്പം തമിഴ്നാട്ടിലടക്കം പ്രമുഖ നേതാക്കളും താരങ്ങളും ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെയാണവർ? പാർവതി, രാജ്യം വിധിയെഴുത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമാധാനപരമായിട്ടാണ് നിലവിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 39 മണ്ഡലങ്ങളിൽ തമിഴ്നാട്ടിൽ ഒറ്റ ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിലും സമാധാനപരമായി തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പ്രമുഖ താരങ്ങളും അതുപോലെ തന്നെ പ്രമുഖ നേതാക്കളും ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി സ്റ്റാലിൻ, അതുപോലെ അണ്ണാമലൈ, പി ചിദംബരം ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിളിസൈ സൗന്ദരരാജൻ, ഖുഷ്ബു, എടപ്പാടി പളനിസ്വാമി, പനീർസെൽവം, രജനീകാന്ത് ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 39ൽ 38 സീറ്റും ലഭിച്ചതിൻ്റെ ആത്മവിശ്വാസമാണ് DMK-ക്കുള്ളത്. പ്രധാനമായും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ DMKയും AIADMKയും BJPയും വലിയ തോതിലുള്ള ഒരു പ്രചാരണമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം തന്നെയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. കഴിഞ്ഞ തവണത്തെ 2019ലെ പ്രകടനം ആവർത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ DMK പുലർത്തുമ്പോൾ വലിയ പ്രചാരണം ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഓരോ സീറ്റും ബോണസായി തന്നെ മാറ്റിയെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് BJP വെച്ച് പുലർത്തുന്നത്. പ്രധാനമന്ത്രി പലതവണ അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. അണ്ണാമലയുടെ ഒരു പദയാത്ര നടത്തിയിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രചാരണമാണ് BJP നടത്തിയിരുന്നത്. പ്രമുഖ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ നിരവധി റാലികളും റോഡ് ഷോകളുമായി പ്രധാനമന്ത്രി അവിടെ എത്തുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും വലിയ പ്രതീക്ഷ തന്നെയാണ് തമിഴ്നാട്ടിൽ വെച്ചു പുലർത്തുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ വലിയ തോതിലുള്ള സീറ്റ് ലഭിക്കും എന്നൊരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിയും
വെച്ചു പുലർത്തുന്നു. AIADMKയ്ക്കും ഇത്തവണത്തെ മത്സരം വളരെ നിർണായകമാണ് എന്ന് നമ്മൾ എടുത്തു പറയണം. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവർ NDA മുന്നണി ഉപേക്ഷിച്ച ഒരു സാഹചര്യത്തിൽ AIADMK എത്ര സീറ്റുകൾ നേടും എന്ന് നമുക്ക് നിലവിൽ പറയാൻ സാധിക്കില്ല. എങ്കിൽ കൂടിയും വലിയ ആവേശത്തിൽ തന്നെയാണ് AIADMKയും പ്രചാരണം നടത്തിയിരിക്കുന്നത്. ഏതായാലും പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് സുവി വിശ്വനാഥ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കരുതായിരുന്നുവെന്ന് LDF സ്ഥാനാർത്ഥി ആനി രാജ. അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. വന്യജീവികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും റബ്ബറിന്റെ വിലയിടിവുമൊക്കെ സ്വയം അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. വോട്ടർമാർക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യത വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷയെന്നും ആനി രാജ ന്യൂസ് 18നോട് പറഞ്ഞു. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ശ്രീമതി ആനി രാജയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സഖാവെ, ഇപ്പോൾ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു എക്സ്പെക്ടേഷൻ? തീർച്ചയായിട്ടും ഞാൻ ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഇവർ ഏത് നാട്ടുകാരിയാണ്, നമ്മളുടെ ഭാഷ അറിയുന്ന ആളാണെന്നൊക്കെയുള്ള ഒരു സംശയം അവരുടെ കുറേ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അത്തരം ഒരു പ്രചാരണം ഇവിടെ എനിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വടക്കേന്ത്യക്കാരിയാണ്, രാജസ്ഥാൻകാരിയാണ്, ഏതോ രാജകുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. ഈവൻ ഞങ്ങളുടെ ചില സഖാക്കൾക്ക് പോലും അയ്യോ ഇവർ മലയാളം സംസാരിക്കുമോ എന്ന് അവർ പോലും സംശയിച്ചാണ്. പിന്നീട് തുടക്കം മുതൽ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ നിന്ന് അവരോട് പ്രിയപ്പെട്ട സഹോദരിമാരെന്നൊക്കെ പറയുമ്പോഴത്തേനും അവർ വളരെ വണ്ടടിച്ച് നിൽക്കാൻ നമ്മൾ നാട്ടിൽ പറയും. അതുപോലെയാണ്, വളരെ അത്ഭുതത്തോടെയാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പറഞ്ഞതൊക്കെ ഒരു കള്ളപ്രചാരണമായിരുന്നെന്നും അവർക്ക് പറയാനുള്ളതൊക്കെ പറയാനും അത് കേൾക്കുന്ന ഒരാളാണ് എനിക്ക് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ ഉള്ളതുകൊണ്ട് അതേപോലെ തന്നെ അവരനുഭവിക്കുന്ന ഓരോ വിഷയങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ അവരോട് പറയുന്നത് കൊണ്ട് അങ്ങനെ ഒരു അത്തരമൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ട് കൂടുതൽ ആദ്യമുണ്ടായിരുന്നേക്കാൾ 10 മടങ്ങൊന്നുമല്ല ഞാൻ പറയേണ്ടത്, ഒരുപാട് പല മടങ്ങുകൾ അധികമായിട്ട് വോട്ടർമാർ, അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഒക്കെ തന്നെ ആയാലും അതുപോലെ തന്നെ കുട്ടികൾ എങ്ങനെയാണെന്നറിയില്ല അവരാണ് ഭയങ്കരമായിട്ട് എന്തൂസിയാസത്തോടെ നിൽക്കുന്നത്, വളരെ ആവേശത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പോലും മുതിർന്നവരിലൊരു സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ കണ്ടിരുന്നു ഈ കപ്പയെ പറ്റിയും കാച്ചിലിനെ പറ്റിയൊക്കെ വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ വളരെ അത്ഭുതത്തോടെ കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മളെ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് പോലും നല്ല അറിവുള്ളൊരു സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ അവരുടെ സാധാരണ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണെന്നൊരു സ്വീകാര്യത അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അവരുടെ ഒരു റെസ്പോൺസ് എവിടുന്ന് വരുന്നത്? അല്ല, അത് സ്വീകാര്യത എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വേറെ എവിടെന്നെങ്കിലും കോപ്പി ചെയ്ത് കൊണ്ടുവരേണ്ടതല്ല. എൻ്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കും ഒരു ഇത്തിരി മണ്ണ് എൻ്റെ പേരൻസായിട്ട് തന്ന മണ്ണുണ്ട്. അവിടെ ഈ കപ്പയും ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ കുഴിച്ചു വെച്ചിട്ട് തിരിച്ചു വന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ കാർഷിക വിളകൾക്കുള്ള വിലയില്ലാത്തത് കൊണ്ട് അനുഭവിക്കുന്ന ദുരന്തം. എനിക്കും കുറച്ച് റബ്ബറുണ്ട്. ആ റബ്ബർ വെട്ടാൻ ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അവിടെ ഒരു കൂലിക്കാർ ആളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 3 മാസത്തെ ഷീറ്റ് വിറ്റിട്ടും കൂലി കൊടുക്കാൻ തികയാത്തത് കൊണ്ട് എൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് ഇത് വിധവാ പെൻഷൻ കിട്ടുന്നതാണ്. അവരുടെ വിധവാ പെൻഷൻ കൂടി എടുത്തിട്ടാണ് കൊടുത്തുകൊണ്ട് ആ കൂലി കൊടുത്തു തീർത്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പ്രദേശത്തെയൊക്കെ കർഷകർ എത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഞാൻ അനുഭവിക്കുന്ന കാര്യം എനിക്ക് ആക്ട് ചെയ്ത് പറയേണ്ടതോ അല്ലെങ്കിൽ അതൊന്നുമില്ല. ഞാൻ അനുഭവിക്കുന്ന എൻ്റെ പ്രയാസം അത് അവരോടങ്ങ് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പം അത് അവരുടെയും പ്രയാസങ്ങളാണ്, അവരും ഇതൊക്കെ അനുഭവിക്കുന്നതാണ്. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ 45 കുടുംബങ്ങൾ ഉണ്ടായിരുന്നാൽ ഇനി ഒരു കുടുംബം മാത്രമാണ്, ബാക്കി മുഴുവൻ ആളുകളായ സ്ഥലം വിട്ടും ഒഴിഞ്ഞുപോയി. അത്ര തീവ്രമാണ് ഈ വിഷയം, ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നപ്പോൾ അദ്ദേഹം 11 റോഡ് ഷോ നടത്തി. അദ്ദേഹം എല്ലായിടത്തും പറഞ്ഞിരുന്നത് ഈ വന്യജീവി ആക്രമണ പ്രശ്നം, രാത്രി യാത്രാ നിരോധന പ്രശ്നം, വയനാട്ടിലെ മെഡിക്കൽ കോളേജ്, ഈ 3 കാര്യങ്ങൾ ആണ് അദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞത്. ഈ മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യക്കുറവുകൊണ്ടാണ് യാഥാർത്ഥ്യമാകത്തെന്ന് അദ്ദേഹം പറയുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രചരണത്തെ കാണുന്നതും അദ്ദേഹത്തോടുള്ള മറുപടി? അല്ല, എനിക്ക് അദ്ദേഹത്തിന് എന്ത് മറുപടി കൊടുക്കാനാണ് ഞാൻ അദ്ദേഹത്തോട്? അതിനല്ല മറുപടി. എനിക്ക് പറയാനുള്ളത് ഈ പറയപ്പെട്ട വിഷയങ്ങൾ ഇന്നലെ ഉണ്ടായതല്ല. ആനി രാജ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്ന ശേഷം ഉണ്ടായ വിഷയങ്ങളല്ല ഇതൊക്കെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കൾ കേരളത്തിലെത്തും.
BJP ദേശീയ അധ്യക്ഷൻ വയനാട്ടിലും പാലക്കാട്ടും കോട്ടയത്തും പ്രചരണം നടത്തും. സീതാറാം യെച്ചൂരിയും ബൃന്ദ കാരാട്ടും കൊച്ചിയിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരും. വിനേഷ്, ഏതൊക്കെ പ്രമുഖ നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സംസ്ഥാനത്തെത്തുക? ഒപ്പം തന്നെ ഇനി 7 ദിവസം മാത്രമാണ് ബാക്കി. അവസാന ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നണികൾ ഉയർത്തുന്നത്? പാർവതി, തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ദേശീയ നേതാക്കൾ ഒന്നടങ്കം കേരളത്തിലെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതിൽ. അതിൽ പ്രധാനമായും CPMന്റെ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും പാലക്കാടുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി പാലക്കാട് എത്തിയത് വലിയ തോതിൽ തന്നെ അണികൾക്ക് ആവേശം പകർന്നു. ഒപ്പം തന്നെ ഇന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ വയനാട്ടിൽ 11 മണിക്ക് റോഡ് ഷോയിൽ പങ്കെടുക്കും. അതിനുശേഷം കൃത്യം 1:05 തന്നെ പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനടുത്തുള്ള കുളപ്പുള്ളിയിൽ പൊതുയോഗത്തിൽ അദ്ദേഹം സംസാരിക്കും. അതിനുശേഷമാണ് അദ്ദേഹം കോട്ടയത്തേക്ക് മടങ്ങുക. എന്തായാലും പരമാവധി ദേശീയ നേതാക്കളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു നീക്കം ദേശീയ പാർട്ടികളെല്ലാം തന്നെ, പ്രധാനമായും BJPയും അതുപോലെ തന്നെ കോൺഗ്രസും CPMും എല്ലാം അത്തരമൊരു നീക്കം തന്നെ സജീവമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്തെത്തിയിരുന്നു. അതിന് പിന്നാലെ മറ്റുള്ള നേതാക്കളെല്ലാം തന്നെ, കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിലും കേരളത്തിലെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിനുള്ള അവസാന തീയതി വരെ ഏറെക്കുറെ എല്ലാ നേതാക്കളും കേരളത്തിലെത്തും, കൂടുതൽ പ്രചരണത്തിൽ സജീവമാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം പ്രവചനാതീതമാണ് കാര്യങ്ങൾ. ആർക്കൊക്കെ എങ്ങനെയൊക്കെ പിന്നെ നേട്ടങ്ങൾ ഉണ്ടാവും, കോട്ടങ്ങൾ ഉണ്ടാവും എന്നെല്ലാം തന്നെ നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയാത്തത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും UDFന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രചാരണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ പാലക്കാട് VK ശ്രീകണ്ഠൻ MP, സിറ്റിംഗ് MPയാണ് UDFന്റെ സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനാണ്. ശക്തമായ പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ BJPയുടെ ശ്രീ കൃഷ്ണകുമാർ കൂടി എത്തുമ്പോൾ BJPക്ക് വലിയ സ്വാധീനമുള്ള പാലക്കാട് ജില്ലയിൽ ത്രികോണ മത്സരം നടക്കുന്നു. ആലത്തൂരിലെത്തുമ്പോൾ ആലത്തൂരിലും സിറ്റിംഗ് MP ആയ രമ്യ ഹരിദാസും അതുപോലെ തന്നെ മന്ത്രി K രാധാകൃഷ്ണനും ഏറെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ്. തൃശ്ശൂരിലെത്തുമ്പോൾ നമുക്കറിയാം സുരേഷ് ഗോപിയുണ്ട്, K മുരളീധരനുണ്ട്, അതുപോലെ തന്നെ VS സുനിൽകുമാറുണ്ട്. ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്നറിയണമെങ്കിൽ ഇനിയും നമുക്ക് എന്തായാലും കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായാലും തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ വയനാട്ടിലേക്ക് എത്തുമ്പോൾ വയനാട്ടിലെല്ലാം തന്നെ നമുക്ക് പ്രവചിക്കാനാവുന്നത്ര ആണ്. അവിടെ എത്ര ദേശീയ നേതാക്കളും ആര് വന്നു കഴിഞ്ഞാലും അവിടെ രാഹുൽ ഗാന്ധിക്ക് എത്രയോ ബഹുദൂരം മുമ്പിലാണ് രാഹുൽ ഗാന്ധി. ആ മണ്ഡലത്തിന്റെ ഒരു ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളെയും വേർതിരിച്ച് ഇപ്പോൾ വടകരയിലെത്തുമ്പോൾ നമുക്കറിയാം ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടെ BJP ചിത്രത്തിൽ പോലും ഇല്ല. അവിടെ UDFും LDFും തന്നെയാണ് മത്സരം നടക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ പരമാവധി ദേശീയ നേതാക്കളെ, ജനസമ്മതരായ ദേശീയ നേതാക്കളെ ഇറക്കിക്കൊണ്ട് പ്രചാരണം കൂടുതൽ ചൂടുപിടിപ്പിക്കാൻ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് രംഗത്തുള്ളത്. പാർവതി, തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രമാണ് ബാക്കി. കൂടുതൽ നേതാക്കൾ പ്രചരണത്തിനായി കേരളത്തിലെത്തും. വിവരങ്ങൾ നൽകിയത് S വിനേഷ് കുമാർ. മോക്ക് പോളിംഗിൽ കാസർഗോഡ് BJPക്ക് അധിക വോട്ട് ലഭിച്ചെന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കും. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടികൾ തുടങ്ങുന്നത്. EVM VVPAT കേസ് പരിഗണിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടത്. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള പ്രക്രിയകൾ വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു. ആരോപണം തെറ്റാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. കാസർകോട്ടെ സംഭവത്തിൽ LDF UDF ഏജന്റുമാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പരാതി പരിശോധിച്ചെന്നും ഏജന്റുമാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും കളക്ടർ K ഇമ്പരേഷൻ പറഞ്ഞു. മുന്നണികളുടെ പ്രകടന പത്രികയിൽ ക്രൈസ്തവ സമൂഹത്തിന് പ്രാധാന്യം ലഭിച്ചില്ലെന്ന വിമർശനവുമായി ദീപിക പത്രം. പ്രകടന പത്രികയിലെ കോൺഗ്രസിന്റെ നയസമീപനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്നു. BJP പ്രകടന പത്രിക ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടുന്നത്. കർഷക സമരത്തിൽ ഉയർന്നുവന്ന പ്രശ്നങ്ങൾ പരിഗണിച്ചില്ല. CPMന്റെ സംവരണ നിലപാട് സുറിയാനി ക്രിസ്ത്യാനി സമൂഹത്തിന് ദോഷകരമെന്നും പത്രത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ കുര്യൻ, CPMനും ഒപ്പം BJPക്കും UDFനും വിമർശനമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പത്രത്തിൽ പറയുന്നത്? മുന്നണികളുടെ പ്രകടന പത്രികയിൽ ക്രൈസ്തവ സമൂഹത്തിന് പ്രാധാന്യം ലഭിച്ചില്ലെന്ന വിമർശനമാണ് ഇന്നത്തെ ദീപിക പത്രം ഉന്നയിക്കുന്നത്. പ്രകടന പത്രികയിലെ കോൺഗ്രസിന്റെ നയസമീപനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്നു എന്നാണ് പത്രത്തിലെ വിമർശനം. ഒപ്പം BJP പ്രകടന പത്രിക ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടുന്നുവെന്നും പറയുന്നു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? എല്ലാ മുന്നണികളുടെയും പ്രകടന പത്രികകൾക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ദീപിക പത്രത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളോട് കൃത്യമായ പരിഗണന കാണിക്കുന്നതിൽ
കോൺഗ്രസിന്റെയും BJPയുടെയും CPMന്റെയും പ്രകടന പത്രികകൾ പരാജയപ്പെട്ടു എന്നാണ് ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നത്. അതിൽ തന്നെ പരിസ്ഥിതി വിഷയങ്ങളിലടക്കം കോൺഗ്രസ് നിലപാട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതാണ് എന്ന രൂക്ഷമായ വിമർശനവും ഈ ലേഖനത്തിലുണ്ട്. അവിടെ എടുത്തു പറയുന്ന കാര്യം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി കൂടുതൽ നിയമങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് പറയുമ്പോഴും മനുഷ്യരെക്കെതിരായ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ വേണ്ടത്ര നടപടികൾ എടുക്കുന്ന കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പരാമർശിക്കുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. അതോടൊപ്പം തന്നെ റബ്ബർ കർഷകർക്ക് പുതിയ ഒരു വാഗ്ദാനങ്ങളും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന വിമർശനവും ഉയരുന്നു. അതേസമയം BJPക്കെതിരെ പ്രകടന പത്രികയിൽ ഒരു വ്യക്തിയെ മാത്രമാണ് ഉയർത്തിക്കാണിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമം ഉറപ്പുവരുത്തിയിട്ടില്ല. കർഷക സമരത്തിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ കൃത്യമായി പ്രകടന പത്രികയിൽ പരിഗണിച്ചിട്ടില്ല എന്ന വിമർശനമാണ് BJPക്കെതിരെ ഉന്നയിക്കുന്നത്. അതേസമയം CPMന്റെ സംവരണ സുറിയാനി ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ദോഷമാണ് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കുറിച്ച് CPIM പ്രകടന പത്രികയിൽ മൗനം പാലിക്കുകയാണ് എന്ന വിമർശനവും ദീപികയിലെ ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മുന്നണികളുടെ പ്രകടന പത്രികയിൽ ക്രൈസ്തവ സമൂഹത്തിന് പ്രാധാന്യം ലഭിച്ചില്ലെന്ന വിമർശനമാണ് ദീപിക പത്രം ഉന്നയിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഡാൻ കുര്യൻ. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻ ജില്ലാ അധ്യക്ഷൻ സജി മഞ്ഞക്കടമ്പിൽ ഇന്ന് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും. രാവിലെ കോട്ടയത്ത് അനുഭാവികളുടെ യോഗം ചേർന്ന ശേഷമാകും പ്രഖ്യാപനം. ഇനി LDFനോ NDAക്കോ പിന്തുണ നൽകും എന്നാണ് സജിയുടെ നിലപാട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി സജി ചർച്ച നടത്തിയിരുന്നു. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചേട്ടാ തിളങ്ങി. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇന്നലെ ഹാജരായ ചീഫ് ജനറൽ മാനേജറെയും മുൻ ക്യാഷറെയും മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസം CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയും തുടരുകയാണ്. ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം എക്സാലോജിക്കിനും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും നോട്ടീസ് നൽകുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. അതേസമയം ED നടപടികൾ ചോദ്യം ചെയ്തുള്ള MD ശശിധരൻ കർത്തയുടെ ഹർജിയും CMRL ഉദ്യോഗസ്ഥർ നൽകിയ ഉപഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങൾ നവമി ദിനേശ് നൽകും. നവമി, ED നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിലെത്തുന്നു. എന്താകും കോടതിയിൽ EDയുടെ നിലപാട്? ഭഗവതി, അന്വേഷണത്തെ തടയാൻ CMRL പരിശ്രമിക്കുന്നതിനിടയിലായിരുന്നു EDയുടെ അതിവേഗമുള്ള നടപടി. ആദ്യഘട്ടമായി CMRLന്റെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു. രണ്ടാം ഘട്ടമായി കർത്തയെ വീട്ടിൽ പോയി ചോദ്യം ചെയ്യുന്ന സാഹചര്യം, രേഖകൾ പിടിച്ചെടുക്കുന്നു. ഇതിനെതിരെയൊക്കെ ഉള്ളൊരു ഹർജി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിലനിൽക്കുകയാണ്. ഇതിൽ കർത്ത പ്രധാനമായി പറയുന്നത് തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ കഴിയില്ല എന്നുള്ളൊരു ഹർജി കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അത്രയും വൈകിയ വേളയിലും തന്റെ വീട്ടിലെത്തി തന്റെ ആരോഗ്യത്തെ പോലും അവർ ഗൗനിക്കാതെ അതിരാത്രി, അതായത് തന്നെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും രാത്രി ഉടനീളമുള്ള ചോദ്യം ചെയ്യൽ തന്നെ മാനസികമായും ശാരീരികമായും ഏറെ ബുദ്ധിമുട്ടിച്ചു. അത് ഈ ഒരു നടപടി ഇനി ആവർത്തിക്കരുത്. ഇതിനെതിരെ ഉള്ളൊരു ഹർജിയാണ് കോടതിയുടെ ഭാഗത്തുള്ളത്. മറ്റൊന്ന് CMRL ഉദ്യോഗസ്ഥരുടെ ഹർജി കൂടിയാണ്. ഇതിൽ അവർ പ്രധാനമായും പറയുന്നത് വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യുന്ന രീതി, അത് 24 മണിക്കൂർ നീണ്ട ഒരു ചോദ്യം ചെയ്യൽ, ഇത് തങ്ങളെ മാനസികമായി വളരെയേറെ ബുദ്ധിമുട്ടിച്ചു. ഒരു പ്രതികളെ പോലെ, അതായത് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പോലെയാണ് തങ്ങളെ ചോദ്യം ചെയ്തത്. ഇത് അവിടെ CCTV റെക്കോർഡ് ചെയ്യണമെന്ന് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതായത് ഈ ED ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യണമെന്ന്, ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണമെന്നൊരു
എന്നൊരു വിധി സുപ്രീം കോടതി മുൻപ് പുറപ്പെടുവിച്ചിരുന്നു, ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളെ ചോദ്യം ചെയ്ത വീഡിയോ CMRL MD ശശിധരൻ കർത്തയുടെ ഹർജിയും CMRL ഉദ്യോഗസ്ഥർ നൽകിയ ഉപഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങൾ നൽകിയത് നവമി ദിനേശ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ വിധി ഇന്ന്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. ധാതുമണൽ ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ലഭിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. VV വിനോദ് ഉണ്ട് വിവരങ്ങളുമായി. വിനോദ്, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. മറ്റ് ഏജൻസികളും സമാനമായി ഈ കേസ് അന്വേഷിച്ചു വരികയാണ്. എന്താകും നടപടി? വിവരങ്ങൾ. പാർവതി, ഇന്ന് വിജിലൻസ് കോടതിയാണ് ഈ ഹർജിയിൽ വിധി പറയുക, ഈ അപേക്ഷയിൽ വിധി പറയുക. ഇത് നേരത്തെ തന്നെ മാത്യു കുഴൽനാടൻ നൽകുകയും വിജിലൻസ് അന്വേഷണ സംഘം ഈ കേസിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുകയുമായിരുന്നു. പിന്നീട് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ഹർജി നൽകി. ഇത് കോടതിയുടെ വിമർശനത്തിന് വിധേയമായിരുന്നു. കാരണം നിലപാടുകൾ മാറ്റുന്നതിനെതിരെയാണ് കോടതി വിമർശനം ഉന്നയിച്ചത്. എന്നാൽ കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ മാത്യു കുഴൽനാടൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് വിധി പറയുന്നതിലേക്ക് നേരത്തെ ഈ ഹർജി മാറ്റിവെച്ചത്. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ CMRLന്റെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിരുന്നു. ശശിധരൻ കർത്തയെ വീട്ടിലെത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. വിവിധ ഏജൻസികൾ EDയും അതോടൊപ്പം തന്നെ ആദായനികുതി വകുപ്പും ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പലവിധ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. SFIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. വിവിധ കേന്ദ്ര ഏജൻസികളാണ് ഈ കരിമണൽ ഇടപാടുമായി ബന്ധപ്പെട്ടും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുമുള്ള അന്വേഷണങ്ങൾ തുടരുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കും, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് 1,73,00,000 രൂപ മാസപ്പടിയായി നൽകി എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടരുന്നതിനിടെയാണ് വിജിലൻസ് കോടതിയുടെ അന്വേഷണം കൂടി മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർവതി, മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. വിവരങ്ങൾ നൽകിയത് VV വിനോദ്. EP ജയരാജന്റെ കുടുംബം ഉൾപ്പെട്ട വൈദേഹം റിസോർട്ട് കേസിൽ അന്വേഷണം ആരംഭിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൈവശമുള്ള രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരന് നോട്ടീസ് നൽകി. തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ആലപ്പുഴയിൽ പക്ഷിപ്പനി ബാധിത മേഖലയിൽ ഇന്നു മുതൽ താറാവുകളെ കൂട്ടത്തോടെ നശിപ്പിക്കും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച എടത്വ ചെറുതന പഞ്ചായത്തിലെ 1 കിലോമീറ്റർ പരിധിയിലെ താറാവുകളെയാണ് കൊന്നൊടുക്കുക. കൊടപ്പുന്ന ചെറുതന പഞ്ചായത്തിലെ 3-ാം വാർഡ് എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പക്ഷിപ്പനി ബാധിത മേഖലകളിൽ മാംസം, മുട്ട എന്നിവയുടെ വിൽപ്പനയ്ക്ക് നിരോധനമുണ്ട്. പക്ഷികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതും തടഞ്ഞു. സിവിൽ സർവീസ് പരീക്ഷയിൽ തിരുവനന്തപുരം അമൃത IAS അക്കാദമിക്ക് മികച്ച നേട്ടം. അക്കാദമിയിൽ നിന്നുള്ള 6 പേരാണ് ആദ്യ 100 പേരിൽ ഇടം പിടിച്ചത്. ഇവർക്ക് പുറമെ അമൃത അക്കാദമിയിൽ നിന്നുള്ള 7 പേർ ആദ്യ 200 റാങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അക്കാദമിയിൽ നിന്നുള്ള 45 പേരാണ് ഇത്തവണ സിവിൽ സർവീസ് യോഗ്യത നേടിയത്. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.